ഹലോ ഓൾ. ഞാനിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഫോർ NIT, IIT, MTech ആൻഡ് PSU ജോബ്സ്. ഇങ്ങനെ പല പല ഓപ്ഷൻ ഇപ്പൊ NIT ആയാലും NIT ആയാലും നമ്മുടെ MTech ആയാലും അല്ലെങ്കിൽ PSU ജോബ് പല പല ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല ഡോക്യുമെന്റ്സ് ചിലപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെ ആവശ്യം വന്നേക്കാം, അല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് കുറെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് ആ ഡോക്യുമെന്റ്സ്, നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, ആ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള അപ്ലിക്കേഷൻസ് മൊത്തം നോക്കി, അപ്പൊ അതിൽ സ്ഥിരമായിട്ട് വേണ്ടി വരുന്ന കോമൺ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, കുറെ പേർക്കൊക്കെ അറിയാം. പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്യുമെന്റ്സ് നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റ്സ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന നേരത്ത് അപ്ലോഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഡോക്യുമെന്റ്സ് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ഫോൾഡറിൽ കീപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് നോക്കാം. അതിൽ ഒന്നാമത്തത് അപ്ലിക്കന്റ് ഫോട്ടോയാണ്. നിങ്ങളുടെ ഫോട്ടോ ഏതൊരു ആവശ്യത്തിനാണെന്നിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. ഈ ഫോട്ടോ എന്ന് പറയുന്നത് പുതിയ ഫോട്ടോ, ചിലർക്കുള്ള ഡൗട്ടാണ്, പുതിയ ഫോട്ടോ തന്നെ വേണോ അതോ 2 വർഷം മുമ്പത്തെ ഫോട്ടോയാണ് കയ്യിലിരിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയും. പക്ഷെ കുറച്ച് വർഷം പഴയതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്നിട്ട് എപ്പോഴും റീസെന്റ് ആയ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ കുറച്ച് പഴക്കമുള്ളതാണെങ്കിലും നിങ്ങൾ ഏത് ഫോട്ടോയാണോ അപ്ലോഡ് ചെയ്യണത് ആ സെയിം ഫോട്ടോയുടെ തന്നെ ഹാർഡ് കോപ്പി കയ്യിൽ എപ്പോഴും ഉണ്ടാകും എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. മീൻസ് ഈവൻ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഏത് ഫോട്ടോയാണോ അപ്ലോഡ് ചെയ്തത് അതിന്റെ തന്നെ ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതേപോലെ തന്നെയാണ് അപ്ലിക്കന്റ് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ സിഗ്നേച്ചർ നമുക്ക് പലയിടത്തും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ ആ സിഗ്നേച്ചർ ഇട്ട് ഫോട്ടോ എടുത്ത് നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ പല പല ആവശ്യത്തിന് പല സൈസിലുള്ള ഫോട്ടോസ് ആയിരിക്കും പറയുന്നത്. ആ സൈസ് നമുക്ക് റീസൈസ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പൊ ഗൂഗിളിൽ തന്നെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്, നമുക്കത് റീസൈസ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ വരുന്നതാണ് 10th മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ 12th മാർക്ക് ഷീറ്റ് ഒക്കെ. ഇതൊക്കെ വളരെ അർജന്റ് ആണ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. 10th 12th എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. സ്കാൻ ചെയ്തിട്ട് PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. മാത്രമല്ല ഇമേജ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇമേജ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ് ഓർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ചിലപ്പോൾ ഇമേജ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ PDF ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ട് നമുക്ക് നേരെ അപ്ലോഡ് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ ചില ചില കേസിൽ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും സൈസ് ഇത്ര തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര MB കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗൂഗിൾ വഴി തന്നെ സൈസ് ഒക്കെ റീസൈസ് ചെയ്യാവുന്നതുള്ളൂ, അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. പക്ഷെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് ഈ 10th സർട്ടിഫിക്കറ്റ് എവിടെ അല്ലെങ്കിൽ 12th സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് തപ്പി നടക്കേണ്ട ആവശ്യം വരേണ്ട, നമ്മളിത് ആദ്യമേ സേവ് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് UG ഓൾ സെമസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇയർ മാർക്ക് ഷീറ്റ് ഏതൊക്കെയാണ് അവൈലബിൾ. ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗേറ്റിൽ നമുക്കിപ്പോൾ X6 വരെയുള്ളതിന്റെ മാർക്ക് ഷീറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ചിലപ്പോൾ അവര് S8 വരെയുള്ള ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് S6 വരെയുള്ള ഏതൊക്കെയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് അപ്ലോഡ് ചെയ്താൽ മതി. പിന്നീട് S8 വരെയുള്ളതിലൊക്കെ വീണ്ടും ആവശ്യം വരികയാണെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു മെയിൽ കിട്ടും. നിങ്ങൾക്കൊരു ടൈം തന്നിട്ടുണ്ട്, ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്. അതിനുള്ളിൽ പതുക്കെ അപ്ലോഡ് ചെയ്താൽ മതി. അതുവരെ നിങ്ങളുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്താൽ മതി. ഇതുപോലെ PG ഓൾ സെമസ്റ്റർ മാർക്ക് ഷീറ്റ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാ സെമസ്റ്ററിന്റെയും മാർക്ക് ഷീറ്റ് നമുക്ക് ആവശ്യം വരും. കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, ഉള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അവന്റെ ഭാഗത്ത് നിന്ന് മെയിൽ വരും. മെയിൽ വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് മാറ്റാനുള്ള ടൈം, അല്ല അപ്ലോഡ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് SC ST OBC NC ജനറൽ EWS PWD സർട്ടിഫിക്കറ്റുകളൊക്കെയാണ്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് എടുത്തു വെക്കാം. ഇതിനൊക്കെ ഒരു കാലാവധി ഉണ്ടാവും. ആ കാലാവധി തീരാത്തതാണെന്നിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം എപ്പോഴാണ് ആവശ്യം വരുന്നതനുസരിച്ച് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം.
പിന്നെ വരുന്നത് ഗേറ്റ് സ്കോർ കാർഡ് ആണ്. ഗേറ്റ് സ്കോർ കാർഡ് എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ വർഷത്തെ ഗേറ്റ് സ്കോർ കാർഡ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കയ്യിൽ വന്നു, നമ്മൾ നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് വെബ്സൈറ്റിൽ നേരിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ. പക്ഷെ പ്രീവിയസ് ഇയർ നമുക്കറിയാം 3 വർഷം വരെ വാലിഡിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗേറ്റിന്റെ നഷ്ടപ്പെട്ടു, ഇപ്പൊ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, നമുക്ക് അവിടെ അപേക്ഷിക്കാം. അവിടെ അപേക്ഷിക്കുന്ന സമയത്ത് പക്ഷെ ഒരു പെനാൽറ്റി ഫീസ് ഉണ്ടാവും. ആ പെനാൽറ്റി ഫീസ് അടച്ചതിന് ശേഷം നമുക്ക് ഗേറ്റ് സ്കോർ കാർഡ് പ്രീവിയസ് ഇയറിന്റെ ഒക്കെ കിട്ടുന്നതുള്ളൂ. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഗവൺമെന്റ് ഐഡന്റിറ്റി പ്രൂഫ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ ആധാർ ആയാലും പാൻ കാർഡ് ആയാലും ഏതാണ് അവൈലബിൾ നമ്മുടെ കയ്യിൽ, ഒരെണ്ണം ആക്കണ്ട, നമ്മൾ 2-3 ഐഡന്റിറ്റി കാർഡുകൾ എപ്പോഴും സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാസ്റ്റിന്റെ സർട്ടിഫിക്കറ്റും സംഭവം അതിനൊക്കെ ഓരോ ഫോർമാറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി വെക്കുന്നതിൽ ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇവര് ഓൾറെഡി ഒരു ഫോർമാറ്റ് ഒക്കെ നമുക്ക് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ഇപ്പൊ കാണുന്ന പോലത്തെ ഫോർമാറ്റുകൾ തന്നിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് ഈ രീതിയിലായിരിക്കില്ല സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നുണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു വാലിഡിറ്റിയും ഉണ്ട്. അപ്പോൾ ആ വാലിഡിറ്റി തീരുന്ന വരെ നമുക്ക് സെയിം സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ സർട്ടിഫിക്കറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് പോരാനിട്ട് നമുക്ക് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ചിലവരുണ്ടാവും ഗേറ്റ് സ്കോർ ഒക്കെ, പക്ഷെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. ഏതെങ്കിലും കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കാൻ ഓപ്ഷൻ ഉണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കണം. കറന്റ് റണ്ണിങ് ആയിട്ട് ഒരു ഗവൺമെന്റ് ഫേമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി അതിനൊരു വർക്ക് ചെയ്യുന്നതിൽ ആ കമ്പനിയുടെ നോ ഒബ്ജക്ഷൻ ലെറ്ററും കൂടി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ വെക്കണം. പിന്നെ ഈ പറഞ്ഞ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്നിട്ട് കമ്പനിയുടെ HR ആയിട്ട് നമുക്ക് നേരിട്ട് സംസാരിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. ബിക്കോസ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് നേരത്തെ കിട്ടണമെന്നില്ല. അപ്പോൾ HR ആയി സംസാരിച്ചിട്ട് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആദ്യമേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ മെയിൻ ആയിട്ട് ഇത്തരം സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ കയ്യിൽ എപ്പോഴും കരുതി വെക്കേണ്ടത്. നമുക്കറിയാം ഈ സർട്ടിഫിക്കറ്റിലൊക്കെ കരുതി വെക്കണം എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ പലർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇതൊരു ഫോൾഡറിലാക്കി ആദ്യമേ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ എപ്പോഴും ആവശ്യം വരുന്ന സർട്ടിഫിക്കറ്റിലാണ്. എപ്പോഴാണോ ആവശ്യം എന്ന് വെച്ചാൽ ആ ടൈമിൽ നേരെ പോയി ഫോൾഡറിൻ്റെ അടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗുഡ് ഡേ, എല്ലാവരും ടേക്ക് കെയർ.